2021 ഒക്ടോബർ 17 യൂട്യൂബർ നവനീത് വന്നു. നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തു. ആ ടൈമിന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുയലുകളാണ് ഈ കാണുന്നതൊക്കെ. അന്ന് അവൻ ആ ഇൻ്റർവ്യൂ എടുത്തത് കൊണ്ട് ഈ മുയലുകളെ നമുക്ക് കാണാനെങ്കിലും പറ്റി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ സമയത്ത് കുറേ നായ്കൾ വന്നു. നമ്മൾ കൂട് കംപ്ലീറ്റ് ആക്രമിച്ചു. 2 മുയലുകളെയും ചെറിയ കുട്ടികളെ ഒഴിവാക്കി ബാക്കി എല്ലാത്തിനെയും നായ് കൊണ്ടുപോയി. എല്ലാ മുയലുകളെയും കൊന്നു തിന്നു. ഷെഡില്ലാതെ മുയൽ ഫാമിലേക്ക് അല്ലെങ്കിൽ മുയൽ വളർത്തലിലേക്ക് ആരും വരരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു വെറേറിൻ്റെ അകത്തെങ്കിലും മുയലിനെ പോറ്റാവും, ഇല്ലെങ്കിൽ എല്ലാ ജീവികളും അതിനെ ആക്രമിക്കും. ഇതിനുശേഷം നമ്മുടെ കയ്യിൽ ബാക്കിയായി വന്ന മുയലാണ് ഈ കാണുന്ന അച്ഛൻ മുയൽ. ഗ്രേ ജയൻ്റ് സോയി ചിഞ്ചിലെ ക്രോസ് വരുന്ന അന്ന് ഞാൻ കാണിച്ച മുയൽ. ഈ ഒരു മുയലും പിന്നെ ഈ കറുത്ത മുയലും മാത്രമേ നമുക്ക് ബാക്കിയായി കിട്ടിയിട്ടുള്ളൂ. പിന്നെ അന്നത്തെ ചെറിയ പൈതൽ കുട്ടികളും. ആ കുട്ടികൾ ഇന്നിപ്പോൾ എത്രത്തോളം വലുതായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഈ 2 മുയലും നമുക്ക് ബാക്കിയായി കിട്ടിയത്. ബാക്കി 10 മുയലിനെയും നായ് കൊണ്ടുപോയി. നായയുടെ ആക്രമണത്തിന് ശേഷം ഇതിനെ വളർത്തണമെന്നുള്ളൊരു ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ചടപ്പ് കുടുങ്ങിപ്പോയി. കാരണം നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. ചത്തുകൊന്ന മാതിരി അല്ലല്ലോ, നായ് വന്നിട്ട് കൊന്നതല്ലേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പോരായ്മ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഷെഡ് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇത് ഞാൻ പേരാമ്പ്ര കല്ലോട് ഭാഗത്തു നിന്നും വാങ്ങിയൊരു മുയലാണിത്. ഇത് ഗ്രേ ജയൻ്റ് ക്രോസിൽ ഇനത്തിൽപ്പെട്ട മുയലാണ്. ഇതൊരു പെൺമുയലായിരുന്നു. പിന്നെ വൈറ്റ് ജയൻ്റ് ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു ആൺമുയലിനെ ഞാൻ വെങ്ങളത്തു നിന്നും വാങ്ങി. അങ്ങനെ ടോട്ടൽ 4 മുയൽ തന്നു. പിന്നെ ഗ്രേ ജയൻറ്റിൻ്റെ ഒരു 3 കുട്ടികൾ ഇറങ്ങി. ആ 3 കുട്ടികൾ അത്യാവശ്യം വലുപ്പം വെച്ച സമയത്ത് നമ്മളെ യൂനിസിന് കൊടുത്തു. അങ്ങനെ യൂനിസ് വാങ്ങി. അതിനുശേഷം പിന്നെ ചെങ്ങോട്ട സജീഷിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ മുയലാണ്. ഇത് ഫ്ലെമിഷ് ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു മുയലാണ്. ഇത് നമ്മളെ മുസ്തഫാക്ക് കൊടുത്തു. മുസ്തഫാക്ക് ഇതിനുശേഷം പിന്നെ നമ്മളെന്താക്കി, ഇതിനൊക്കെ അറുത്ത് കൊടുത്ത് ഇറച്ചിയാക്കി വിൽക്കാൻ തുടങ്ങി, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയ റെയിൽവേ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. 2ാമത് വാങ്ങിയ അഖിൽ എന്ന് പറഞ്ഞ ആളാണ്. 3ാമത് വാങ്ങിയ നമ്മളെ സാലിമാണ്. ഇതിനുശേഷം പാണ്ഡവരെ പോയ സമയത്ത് ഒരു മുയലിനെ കണ്ട സമയത്ത് അവിടെ നിന്ന് എടുത്ത മുയലാണിത്. വീണ്ടും ഇതിനെ പോറ്റണം എന്നുള്ള ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. അങ്ങനെ വാങ്ങി അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ കുട്ടികളെ വരുന്നത്. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നായ് വന്ന് ആക്രമിച്ചു.